യുഎസിന്റെ ചർച്ചാ നീക്കം ആക്രമണം വ്യാപിപ്പിക്കാനാണെന്ന് ഇറാൻ. നയതന്ത്ര ചർച്ചയുടെ സന്ദേശം നൽകി രഹസ്യമായി കരയാക്രമണം നടത്താനാണ് അമേരിക്കയുടെ പദ്ധതിയെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാക്കിർ ഖാലിബാഹ് പറഞ്ഞു. യുക്തമായ നഷ്ടപരിഹാരവും ഹോർമുസിന് മേലുള്ള പരമാധികാരവും വേണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഇതിനു മുമ്പ് ആദ്യഘട്ടത്തിൽ 2500 മറീനുകളെ ഈ ഗൾഫ് മേഖലയിലേക്ക് അയച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു. അതിനെ US മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഒരു കരയുദ്ധത്തിലേക്കുള്ള നീക്കമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്നൊരു സംശയം ഇറാൻ ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ നയതന്ത്ര പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത പൂർണ്ണമായും ഇവിടെ അടഞ്ഞു കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനീഷ, ഏറെക്കുറെ അതുമായി ബന്ധപ്പെട്ട ഒട്ടും തൃപ്തികരമല്ലാത്ത സിഗ്നലുകളാണ് ഇറാനിൽ നിന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത്. കാരണം ഒരു പരസ്പര ബഹുമാനം, വിശ്വാസ്യത, ഇത് ഏതൊരു ചർച്ചയ്ക്കും അടിസ്ഥാനമാണ്. പക്ഷേ പല ഘട്ടങ്ങളിലും തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു, മറുഭാഗത്ത് തങ്ങളെ ആക്രമിക്കാനും അമർച്ച ചെയ്യാനും അധിനിവേശം നടത്താനുമുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണ പദ്ധതികളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ അമേരിക്ക നിർബന്ധിതമാകണം എന്ന ഒരു നിർദ്ദേശമാണ് ഇറാനിലെ പാർലമെന്റ് സ്പീക്കറും അതോടൊപ്പം തന്നെ ഇറാനിലെ സർക്കാർ വക്താവും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ വളരെ ന്യായമാണ്. ആ ഉപാധികൾ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറാകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് തങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നഷ്ടങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം വേണം. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ സുരക്ഷയുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കപ്പൽ പാതയാണ്. അതിനു മുകളിലുള്ള പരമാധികാരം അനുവദിച്ചു കിട്ടണം. ഈ രണ്ട് ആവശ്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ വക്താവിൻ്റെതായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി ഉൾപ്പെടെയുള്ള 3 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇപ്പോൾ ഇസ്ലാമാബാദിൽ യോഗം ചേരുന്നുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും അതിൽ സംബന്ധിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ സംഘർഷം വിപുലീകരിക്കുന്നതിന് പകരം ഇത് ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഈ 4 രാജ്യങ്ങളിലെയും മധ്യസ്ഥ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പം 4500-ലധികം മറീനുകളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാർഗോ ദ്വീപ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അതോടൊപ്പം തന്നെ കൂടിയാണ് പുറത്തു വരുന്നത്. നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ചർച്ച നടക്കുമ്പോൾ പരസ്പരം ഒരു പ്രതീക്ഷ വേണം, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷ വേണം. പക്ഷെ ഇവിടെ അതില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ 3 ചർച്ചകൾ, ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് 3 ചർച്ചകൾ നടന്നതിന് ശേഷം വളരെ പെട്ടെന്നാണ് ഒരു ആക്രമണത്തിലേക്ക്, ഒരു യുദ്ധത്തിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് വളരെ ബാലിശമായ ചില കാര്യങ്ങളാണ് അമേരിക്ക അതിന് ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായും 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ രാജ്യം ഇനി ഒരിക്കലും ആക്രമിക്കപ്പെടില്ല എന്നൊരു ഉറപ്പ് അത് രേഖാമൂലം തന്നെ ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. രണ്ടാമതായി, ഗൾഫിലുള്ള യുഎസിന്റെ എല്ലാ സൈനിക കേന്ദ്രങ്ങളും അത് അടച്ചുപൂട്ടണമെന്നൊരു ആവശ്യം കൂടെ മുന്നോട്ട് വയ്ക്കുക. അതിനോടുള്ള ഒരു അനുഭാവപൂർണമായ ഒരു സമീപനം ഇസ്രായേലിന്റെ ഒപ്പം തന്നെ യുഎസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഈ ഉപാധികളാണോ ഒരുപക്ഷെ ഈ ചർച്ചയിലേക്ക് നയിക്കുന്നതിനുള്ള തടസ്സമായി നിലനിൽക്കുന്നത്? തീർച്ചയായിട്ടും 15 ഉപാധികളായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചത്. അതിൽ ഒരു നിലയ്ക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്ത നിർദ്ദേശങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. കാരണം ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി പൂർണ്ണമായിട്ടും നിശ്ചിത കാലത്തേക്ക് മരവിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ യുറേനിയം സമ്പുഷ്ടീകരണം പരമാവധി അതിന്റെ തോത് കുറയ്ക്കണം എന്നതുൾപ്പെടെയുള്ള തികച്ചും അപ്രായോഗികവും നേരത്തെ തന്നെ ഇറാൻ തള്ളിയതുമായിട്ടുള്ള ആ നിർദ്ദേശങ്ങളുടെ ഒരു വിശദമായിട്ടുള്ള രൂപമാണ് ഈ 15 നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചത്. അത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന മധ്യസ്ഥ രാജ്യങ്ങളെ പരോക്ഷമായിട്ട്, ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഇപ്പോൾ പോലും ഇറാൻ നൽകിയിട്ടില്ല. പരോക്ഷമായിട്ട് മധ്യസ്ഥ രാജ്യങ്ങൾ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുമ്പാകെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും അവസാന 2 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പ്രധാനമായിട്ടും സർക്കാർ വക്താവിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം, മറ്റൊന്ന് ഹോർമുസ് കടലിടുക്കിന് മേലുള്ള പരമാധികാരം. ഒരുപക്ഷെ ഈ 2 നിർദ്ദേശങ്ങളിൽ ഊന്നിക്കൊണ്ട് തങ്ങൾക്ക് ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ ആ ചർച്ച തങ്ങൾ പ്രയോജനപ്പെടുത്തും. അതല്ല എങ്കിൽ തങ്ങൾ ശക്തമായിട്ട് തന്നെ ചെറുത്തുനിൽപ്പുമായിട്ട് മുന്നോട്ട് പോകുമെന്ന ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം കൂടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. പക്ഷേ മേഖലയിൽ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം വലിയ തോതിലുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ തന്നെയാണ് അമേരിക്ക തുടരുന്നത്. കൂടുതൽ സൈനികരെത്തിക്കാൻ നോക്കുന്നു. അതോടൊപ്പം തന്നെ ജോർജ് ബുഷ് എന്ന
പുതിയൊരു പടക്കപ്പൽ കൂടി ഈ മേഖലയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഇതിനകം തന്നെ USS ട്രിപ്പൊളി എന്ന പടക്കപ്പൽ ഇവിടെ നങ്കൂരമിട്ടിട്ടുണ്ട്. അപ്പോൾ സൈനികമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുക, അല്ലെങ്കിൽ കരയാക്രമണത്തിനുള്ള കൃത്യമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കുക എന്നതാണ് അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇത്